കഫേ മോഡൽ വെജ് സാൻഡ്വിച്ച് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ സാൻഡ്വിച്ചിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ടൊമാറ്റോ, ഓണിയൻ, ചില്ലി, കൊറിയാൻഡർ ലീഫ്, ലെമൺ, പിന്നെ കുക്കുംബർ, ബട്ടർ ആൻഡ് ചീസ്. അമുലിൻ്റെ ഗാർലിക് ആൻഡ് ഹെർബ്സ് എന്നുള്ള ബട്ടറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ബട്ടറിനേക്കാൾ വളരെയധികം ടേസ്റ്റി ആൻഡ് കുറച്ച് ഫ്ലേവർഫുള്ളാണ് ഈ ബട്ടർ. ബ്രെഡ് ടോസ്റ്റിൽ സ്പ്രെഡ് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു സ്പൈസി പേസ്റ്റ് തയ്യാറാക്കണം. അതിനായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, മല്ലിയില ഇതെല്ലാം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ പിഴിയുമ്പോൾ കുരു ഇതിലേക്ക് വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുരു വീണാൽ അരച്ചെടുക്കുമ്പോൾ ഈ പേസ്റ്റിന് ഒരു കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പേസ്റ്റ് നന്നായി അരച്ച് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം കുക്കുംബർ തോല് കളഞ്ഞ് ചെറിയ റൗണ്ട് പീസസ് ആയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന കുക്കുംബർ, തക്കാളി, ഓണിയൻ പീസിലേക്ക് ഒരല്പം ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. പാനിലോ ദോശക്കല്ലിലോ നമുക്ക് ഈ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ദോശക്കല്ല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ബട്ടർ നമ്മൾ തേച്ച് കൊടുത്ത് 2 ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ ഒരു വശം ചെറുതായി ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ വീണ്ടും ബട്ടർ തേച്ചിട്ട് മറുവശം കൂടെ അതുപോലെ തന്നെ ചെയ്തെടുക്കുക. 2 വശവും ചെറുതായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയെങ്കിൽ ഒരു ബ്രെഡിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് നന്നായി തേച്ച് കൊടുക്കുക. പേസ്റ്റ് നന്നായി ഒരു ബ്രെഡിൻ്റെ പുറത്തേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് 2 പീസ് ടൊമാറ്റോ, കുക്കുംബർ ആൻഡ് ഓണിയൻ വെച്ച് കൊടുക്കാം. വെജിറ്റബിൾസിന് മുകളിലായിട്ട് നമ്മൾ പീസാക്കി വെച്ചിരിക്കുന്ന ചീസ് പീസസ് ഓരോന്നായി വെച്ച് കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ ബ്രെഡ് പീസ് ചീസിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വെക്കുമ്പോൾ രണ്ടാമത്തെ ബ്രെഡ് പീസിൻ്റെ ചൂടായ വശം വേണം നമ്മൾ ചീസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ചീസ് ഒന്ന് ചൂടായിട്ട് ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് വരുള്ളൂ. സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി കഴിഞ്ഞു. സാൻഡ്വിച്ച് ഒന്നുകൂടെ ഒന്ന് നമ്മൾ ഫ്ലിപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിൽ വെച്ചിരിക്കുന്ന ചീസ് ഒന്ന് ചൂടായി നല്ല ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ടാവും. വെജിറ്റബിൾ, ചീസ്, ബട്ടർ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഈ സാൻഡ്വിച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം.